നമസ്കാരം. ആറ്റുകാൽ പൊങ്കാലയുടെ സങ്കല്പം എന്താണ്? പൊങ്കാല തിളച്ചു തൂകുന്ന ദിശയുടെ ഗുണദോഷങ്ങൾ എന്തൊക്കെയാണ്? മണ്ടപ്പുറ്റിൻ്റെ പ്രത്യേക ഫലം എന്താണ്? തെരളിയുടെ പ്രത്യേകത എന്താണ്? പൊങ്കാലയ്ക്ക് ശേഷം ആ ദിവസം കുളിക്കാമോ? ഇങ്ങനെയുള്ള ഒരുപാട് ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട സംശയങ്ങളും അതിനുള്ള മറുപടിയുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളുന്നത്. അത് നമുക്കൊന്ന് നോക്കാം. ആറ്റുകാൽ ഭഗവതിയെ കൗമാരക്കാരിയായ കണ്ണകിയായാണ് സങ്കല്പിച്ചിരിക്കുന്നത്. എന്നാൽ ഭക്തജനങ്ങൾ മാതൃസങ്കല്പത്തിലാണ് ആരാധിക്കുന്നത്. ഇതാണ് ആറ്റുകാലമ്മയുടെ സങ്കല്പമായി കരുതുന്നത്. പൊങ്കാലയ്ക്ക് എത്ര ദിവസം മുമ്പാണ് വ്രതമെടുക്കേണ്ടത്? 9, 7, 5, 3 ദിവസങ്ങൾ മുമ്പ് വരെ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. പൊങ്കാല ഇടുന്ന സമയത്ത് കോടി വസ്ത്രം തന്നെ ധരിക്കണമെന്നുണ്ടോ? പൊങ്കാല ഇടാൻ കോട്ടൺ കോടി വസ്ത്രമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഇതിന് കഴിയാത്തവർ അലക്കി വൃത്തിയാക്കിയ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം. ശരീരശുദ്ധിയും മനസ്സിൻ്റെ ശുദ്ധിയുമാണ് പ്രധാനം. നല്ല വാക്ക്, നല്ല ചിന്ത, നല്ല പ്രവൃത്തി എന്നിവയോടെ വേണം പൊങ്കാല ഇടുവാൻ. മാസമുറയായ സ്ത്രീകൾ പൊങ്കാല ഇടുവാൻ പാടില്ല. 7 ദിവസം കഴിഞ്ഞ് ശുദ്ധമാണെന്നും സ്വയം ബോധ്യപ്പെട്ടാലേ പൊങ്കാല സമർപ്പിക്കാം. പുലവാലായ്മയുള്ളവർ പൊങ്കാല ഇടരുത്. പ്രസവിച്ചവർ 90 ദിവസം കഴിഞ്ഞ് മാത്രമേ പൊങ്കാല ഇടുവാൻ പാടുള്ളൂ. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അടുപ്പ് കൂട്ടേണ്ടത് എങ്ങനെ? ആദിത്യ ഭഗവാന്റെ കത്തിക്കാളുന്ന കുംഭച്ചൂടേറ്റ് തിളച്ച് മറിയുന്ന നിലത്ത് അടുപ്പ് കൂട്ടി അതിൽ പുത്തൻ കലം വെച്ചാണ് തീ കത്തിക്കേണ്ടത്. പൊങ്കാല ഇടുവാനായി എന്തൊക്കെയാണ് വേണ്ടത്? ഉണക്കലരി, നാളികേരം, ശർക്കര, ചെറുപഴം, തേൻ, നെയ്യ്, പഞ്ചസാര, കൽക്കണ്ടം, ഉണക്കമുന്തിരിങ്ങ, ചെറുപയർ, കശുവണ്ടി പരിപ്പ്, എള്ള് എന്നിവയാണ് പൊങ്കാലയിടാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. പൊങ്കാലയ്ക്ക് തീ പകരും മുമ്പ് അടുപ്പിന് മുൻപിൽ വിളക്കും നിറനാഴിയും വയ്ക്കണം. അത് എന്തിനു വേണ്ടിയിട്ടാണ്? നിറനാഴിയും വിളക്കും വെക്കേണ്ടത് ആവശ്യമാണ്. ദേവതാ സാന്നിധ്യ സങ്കല്പം ഉള്ളതുകൊണ്ടാണ്. അതിൽ കുടുംബ പരദേവതയെയും പരേതാത്മാക്കളെയും സങ്കല്പിക്കുകയും ദുരിതമോചനവും ഐശ്വര്യവർദ്ധനവും വാസ്തു ദുരിതങ്ങളും തീർത്തു തരണമെന്ന് പ്രാർത്ഥിച്ചാണ് നിറനാഴിയും പറയും നിലവിളക്കും വെക്കുന്നത്. അടുപ്പ് തീർത്ഥം തളിച്ച് ശുദ്ധി വരുത്തുകയും വേണം. പൊങ്കാല തിളച്ചു തൂകുന്ന ദിശകളുടെ ഗുണദോഷങ്ങൾ എന്തൊക്കെയാണ്? പൊങ്കാല തിളച്ചു തൂകുന്നതാണ് ഉത്തമം. ഇപ്രകാരമുള്ള തിളച്ചുമറിയൽ വരാനിരിക്കുന്ന അഭിവൃദ്ധികളെ സൂചിപ്പിക്കുന്നു. കിഴക്കോട്ട് തൂകിയാൽ ഇഷ്ടകാര്യങ്ങൾ ഉടൻ നടക്കുമെന്നാണ്. വടക്കോട്ടായാൽ കാര്യങ്ങൾ നടക്കാൻ അല്പം കാലതാമസം വരും. പടിഞ്ഞാറും തെക്കുമായാൽ ദുരിതം മാറിയിട്ടില്ല. നവഗ്രഹ ഭജനം നന്നായി വേണമെന്നാണ് സാരം. മണ്ടപ്പുറ്റിൻ്റെ ഫലം എന്താണ്? തലയ്ക്കുള്ള രോഗങ്ങൾ മാറുന്നതിനാണ് മണ്ടപ്പുറ്റ് നടത്തേണ്ടത്. ദേവിയുടെ ഇഷ്ട നിവേദ്യമാണത്. തെരളിയുടെ പ്രത്യേകത എന്താണ്? ദേവീ ദേവന്മാർക്കെല്ലാം ഇഷ്ട വഴിപാടാണിത്. കാര്യസിദ്ധി ഉണ്ടാകുന്നതിനും തെരളി സമർപ്പിക്കുന്നത് ഉത്തമമാണ്. പൊങ്കാല തിളയ്ക്കുന്നത് വരെ ആഹാരം കഴിക്കാമോ? പൊങ്കാല തിളച്ചു തൂവുന്നതുവരെ ഒന്നും തന്നെ കഴിക്കാൻ പാടില്ല. പണ്ട് കാലങ്ങളിൽ നേദിച്ച ശേഷമാണ് കഴിച്ചിരുന്നത്. ഇന്നത്തെ ഭക്തരുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് നിവേദ്യം തയ്യാറാക്കി കഴിഞ്ഞാൽ കരിക്കോ
പാലോ പഴമോ കഴിച്ച് ഉപവാസം അവസാനിപ്പിക്കാവുന്നതാണ്. എന്നിട്ട് മറ്റ് പദാർത്ഥങ്ങളായ പ്രസാദകൂട്ട് കഴിക്കാവുന്നതുമാണ്. പൊങ്കാല ഇട്ടതിന് ശേഷം ആ ദിവസം കുളിക്കാമോ? പൊങ്കാലയും ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് അന്നേ ദിവസം കുളിക്കരുത്. ദേവിയുടെ ചൈതന്യം കുടിയിരിക്കുന്നതിനാൽ വ്രതാനുഷ്ഠാനം മതിയാകുന്നതാണ്. അന്യമതസ്ഥർക്ക് പൊങ്കാല ഇടാമോ? ദേവിക്ക് ജാതി മത വ്യത്യാസമില്ല. ഭക്തി മാത്രമാണ് പ്രധാനം. ആർക്കും ദേവിയുടെ മുൻപിൽ പൊങ്കാല ഇടാവുന്നതാണ്. പൊങ്കാല സമർപ്പിക്കുന്ന പുത്തൻ കലത്തിൻ്റെ പ്രാധാന്യം എന്താണ്? മണ്ണ് ശരീരത്തെയും കലം താഴികക്കുടത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. കലത്തിലാണ് പൊങ്കാല സമർപ്പിക്കേണ്ടത്. ഞാനെന്ന അഹംഭാവം വെടിഞ്ഞ് ആത്മസമർപ്പണം നടത്തണം. മൺകലം മനുഷ്യ ശരീരവും പായസം മനസ്സുമാണ്. അഗ്നിയുടെ ചൂടുകൊണ്ട് അരി തിളച്ചു മറിയുന്നു. മനസ്സ് നിഷ്കളങ്കമാകുമ്പോഴാണ് പായസം ദേവിക്ക് നിവേദിക്കുന്നത്. പഞ്ചഭൂതം കൊണ്ടുള്ള ശരീരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ കാമം, ക്രോധ, ലോഭ, മോഹ, മദം, മാത്സര്യം എന്നിവ ദുഷ്ടതകളാൽ മറച്ചു വച്ചിരിക്കുകയാണ്. ഇവ തിളച്ചു മറിഞ്ഞ് ആവിയായി അമ്മയുടെ കാലിൽ അർപ്പിക്കുന്ന ചടങ്ങാണ് പൊങ്കാല. ആഹാരം അവസാനിക്കാത്ത അക്ഷയപാത്രമാണ് മൺകലം. അഷ്ടദ്രവ്യങ്ങൾ കൊണ്ട് തയ്യാറാക്കുന്ന അഷ്ടദ്രവ്യ പൊങ്കാല വളരെ സവിശേഷതയുള്ളതിനാൽ അഷ്ടലക്ഷ്മികളെ പ്രസാദിപ്പിക്കുന്നതിനും അവരുടെ ഐശ്വര്യം ലഭിക്കുന്നതിനുമാണ് അഷ്ടദ്രവ്യ പൊങ്കാല സമർപ്പിക്കുന്നത്. പൊങ്കാലയും പൂരൻ നക്ഷത്രവും തമ്മിലുള്ള ബന്ധമെന്താണ്? മധുരയിൽ നിന്നും കൊടുങ്ങല്ലൂരേക്കുള്ള യാത്രാമധ്യേ ആറ്റുകാലെത്തിയ കണ്ണകിയെ മുല്ലവീട്ടിൽ പരമേശ്വരൻ പിള്ള സ്വാമിയാണ് ആദ്യമായി നിവേദ്യം സമർപ്പിച്ചത്. പൂരം നക്ഷത്രമായിരുന്നു അന്ന്. കാപ്പുകെട്ടിന് കാർത്തികയുമാണ് നോക്കുന്നത്. എല്ലാ കാർത്തികയ്ക്കും ലക്ഷാർച്ചന നടത്തുന്നു. പൊങ്കാലയിടുന്ന സമയത്ത് ദേവിയുടെ ഏത് നാമമാണ് ജപിക്കേണ്ടത്? ലളിതാ സഹസ്രനാമത്തിലെ 428 നാമമായ പഞ്ചകോശാന്തരസ്ഥിതായേ നമ എന്ന നാമവും 480 നാമമായ പായസാന്നപ്രിയേ നമ എന്ന നാമവും, അതുകൂടാതെ സർവമംഗളമംഗല്യേ എന്ന ദേവി പ്രസീദേ ദേവി പ്രസീദേ എന്നും ചൊല്ലിയും സമർപ്പിക്കാവുന്നതാണ്.